Hi friends, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ അമൽ ബാബു. ഇന്ന് നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണ്ടോ? അമ്പലത്തിൽ പോകേണ്ടി നമ്മൾ വെടി വഴിപാട് നടത്താറുണ്ടോ? ആ വെടി വഴിപാട് നടത്താനുള്ള ആ ഖജന ഉണ്ടാക്കാറുണ്ടോ? എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അത് എങ്ങനെയാണെന്നൊരു വീഡിയോ ആണ് നിങ്ങൾ മുമ്പിൽ കാണിക്കാൻ പോകുന്നത്. അന്നേരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത് കേട്ടോ. പിന്നെ എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അന്നേരം വീഡിയോ കാണുന്നല്ലോ. ഇതൊരു റൗണ്ട് ഇരുമ്പ് പീസാണ്. സംഭവം ആക്രിക്കട എടുത്തുകൊണ്ട് ഇത്ര പീസാണ് എടുത്താണ്. വലിയ വിലയൊന്നും കൊടുത്തില്ല. ഒരു 300 രൂപയ്ക്കകത്ത് ഈ പീസിന് കൊടുക്കേണ്ടി വന്നു. അവർ ആക്രിക്ക് എടുക്കുമ്പോൾ വില കുറച്ചായിരിക്കും, പക്ഷേ നമ്മൾ മേടിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് റൗണ്ട് തന്നെ വേണമെന്നില്ല, വേറെ ഇച്ചിരി നല്ല ഇരുമ്പ് ഇച്ചിരി വലിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകത ഇതൊക്കെ റൗണ്ടോ അങ്ങനെയൊന്നും വേണം നിർബന്ധമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിന് ടോപ്പിലായിട്ടൊരു ഹോൾ ഇടുകയാണ് ചെയ്യുന്നത്. ഖജന ഉണ്ടാക്കാൻ വേണ്ടി ടോപ്പിൽ ഹോൾ ഇടുകയാണ് വേണ്ടത്. ഇതിന് വലിയ പീസായാലും കുഴപ്പമില്ല. ഇതിപ്പം കനക്കുറവാണ്. ഒരു 1.5 ഇഞ്ചോളം കനമുള്ള ഒരു ഇരുമ്പ് പീസാണിത്. ഇതിനകത്താണ് നമ്മൾ ഹോൾ ഇടാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഒരു 180 ബിറ്റ് ഇട്ട് ഇതിനകത്തോട്ട് ഒരു 1.5 ഇഞ്ചോളം താഴ്ചയിൽ ഒരു ഹോൾ ഇടാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഇതിപ്പം 180 ഹോൾട്ട് ഒരു 1.5 ഇഞ്ച് താഴ്ചയിൽ ഹോൾ ഇട്ടേക്കാണ്. അടുത്തെന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് ബിറ്റാണിത്. 4 ഇഞ്ച് ബിറ്റ് വിട്ട് ഇത് കണക്കൊരു 1.5 ഇഞ്ച് താഴ്ചയിൽ ഹോൾ ഇടാൻ പോവുകയാണ്. പിന്നെ എപ്പോഴും ഹോൾ ഇടിക്കുന്ന സമയത്തും വെള്ളം ഇടയ്ക്കിട്ട് ഒഴിച്ചു കൊടുക്കുന്ന നല്ലതായിരിക്കും. കാരണം ബിറ്റ് ഹീറ്റായി കഴിഞ്ഞാൽ ഹോൾ വീഴാൻ പാടായിരിക്കും. ഇപ്പോൾ നമ്മൾ 4 ഇഞ്ച് ബിറ്റാണ് ഇത് ഹോൾട്ട്. ആദ്യം 180 ബിറ്റ് അടിച്ചു, പിന്നെ 4 ഇഞ്ച് ബിറ്റ് അടിച്ചു. അടുത്ത ഈ 3/4 ഇഞ്ച് ബിറ്റാണിത്. ഇത് ഉപയോഗിക്കുന്നവർ പക്ഷേ വലിയ ഡ്രില്ലാണ്. സ്വന്തമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രില്ലെന്ന് പറഞ്ഞാൽ ഫുൾ സ്പീഡ് ഡ്രില്ലായിരിക്കും. നിങ്ങളെ കയ്യിരിക്കുന്ന നമ്മൾ ഇത്രയും വലിയ ബിറ്റിടാൻ പറ്റിയ ഡ്രില്ലാകുമ്പോൾ ഇത് ഫുൾ സ്പീഡ് ഡ്രില്ലേ വരത്തുള്ളൂ. അന്നേരം നോക്കി കണ്ടും ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത്രയും വലിയ നീളമുള്ള പീസ് കിട്ടാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അന്നേരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഭാഗത്ത് നല്ല രീതിയിൽ ഉറപ്പിച്ചതിന് ശേഷം ഒരു പ്ലേറ്റിനകത്താണ് വെൽഡ് ചെയ്ത് വെച്ചതിന് ശേഷം പ്ലാറ്റ്ഫോം ഉറപ്പിച്ചതിന് ശേഷമേ ഇത് ഹോൾഡാൻ പാടുള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ അടുത്ത ഹോൾഡാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചോളം താഴ്ചയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് ഒരു ഹോൾ കൂടെ വേണം. ഈ ഭാഗത്ത് നമ്മൾ തിരിയിടാൻ വേണ്ടി ചെറിയൊരു ഹോളിനകത്തുണ്ട് ഒരു 18532 ബിറ്റിൻ്റെ ഒരു ഹോൾ ഇവിടെ വേണം. പിന്നെ ഞാൻ ഈ ഒരു ഹോൾ ഇടാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒരു 1/2 മണിക്കൂർ കൂടുതൽ സമയം എടുക്കേണ്ടി വന്നു ഈ ഒരു ഹോൾ ഇടാൻ വേണ്ടി. അന്നേരം ചെയ്യുമ്പോൾ നോക്കി ചെയ്യുക. കാരണം ഡ്രില്ലിൻ്റെ പ്രഷർ കൊണ്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പെട്ടെന്ന് എടുത്ത് അടിക്കാനും ബിറ്റ് ഒടിക്കാനൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അന്നേരം നമുക്ക് ഇവിടെ ഒരു 180 ബിറ്റിൻ്റെ ഹോൾ അടിക്കാം. ഇതാണ് 180 ബിറ്റ്. ഒരു ഹോൾ ഇവിടെ വേണം. നമ്മളങ്ങനെ 180 ബിറ്റ് ഹോൾ അടിച്ചു. അകത്തൊരു 3/4 ഇഞ്ചുള്ള സൈസുള്ളൊരു ബിറ്റ് ഹോൾ അടിച്ചു. അടുത്ത നമുക്ക് പറഞ്ഞാൽ ബിറ്റ് സൈസ് കഴിഞ്ഞാൽ അതിൻ്റെ 1.5 ഇഞ്ച് താഴ്ച ഹോൾ അടിച്ചേക്കുവാണ്. 1.5 ഇഞ്ച് താഴ്ച എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്നും 1.5 ഇഞ്ച് താഴ്ചയിലാണ് ഇവിടെ ഹോൾ അടിച്ചേക്കുന്നത്. അടുത്ത നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 1.5 ഇഞ്ച് താപ്പോട്ട് ഒരു 1 ഇഞ്ച് കൂടെ താത്തിട്ട് ഈ പീസ് ഇനി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അടുത്ത കട്ട് ചെയ്യുവാണ്.
ഇപ്പോൾ നമ്മളെ ആ ഒരു പീസ് അധികം കട്ട് ചെയ്ത് മാറ്റിയിരിക്കുവാണ്. നല്ല ചൂടുണ്ട്, തൊടാൻ വയ്യ. അന്നേരത്തേക്ക് നമുക്ക് അന്നേരം നമ്മളെ കജിനയുടെ പണി കഴിഞ്ഞിരിക്കുവാണ്. നമുക്ക് ഇതിനകത്ത് വെടിമരുന്ന് എങ്ങനെ നിറയ്ക്കാം, തിരി എങ്ങനെ കൊടുക്കാം, എങ്ങനെ കത്തിക്കാം, എങ്ങനെ പൊട്ടിക്കാം എന്നുള്ള അടുത്ത് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, ഇത് ഓലപ്പടക്കമാണ് സംഭവം. കടലിൽ ചെന്ന് പടക്കക്കടയിൽ ചെന്നപ്പം വെടിമരുന്ന് ചോദിച്ചപ്പോൾ അവർ വെടിമരുന്ന് തരത്തില്ല, അതിങ്ങനെ കൊടുത്തുവിടാ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഓലപ്പടക്കം മേടിച്ചു. ഓലപ്പടക്കം ഇളക്കിയെടുത്ത് അതിൽ നിന്നുള്ള പൗഡർ എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഓലപ്പടക്കം ഇളക്കി കുറച്ച് വെടിമരുന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ചുടുകട്ട, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കണക്കൊരു ബോൾട്ടായാലും മതി. ഇതൊരു ഗേറ്റിൻ്റെ ഒരു വീലിനകത്ത് വരുന്ന സാധനമാണ്, ഒരു ഇരുമ്പ് പീസ്. ഇത്ര ഐറ്റമാണ് നമുക്ക് വേണ്ടത്. ഒരു ഹാമറും വേണം കേട്ടോ, ഒരു ഹാമറും വേണം. ഇത്രയും 3 ഐറ്റം ഉണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഫ്രണ്ട്സ്, അടുത്ത നമ്മളെ കജിനയാണ്. ഇതിനകത്തോട്ട് ഈ വെടിമരുന്ന് കുറച്ച് ഫില്ല് ചെയ്യണം. അതിന് നമുക്ക് കുറച്ച് സ്പൂൺ എടുക്കാം. സ്പൂൺ എടുത്തിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ഫ്രണ്ട്സ്, ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു തിരി ഇതിനകത്തോട്ട് കയറ്റി ഇടുന്നത് നല്ലതായിരിക്കും. ഞാൻ തിരി വെച്ചു. അത് നമ്മൾ ഈ പടക്കം മേടിക്കുമ്പോൾ അതിനെ കൂടെ തന്നെ തിരി കിട്ടും. അടുത്ത് നമുക്ക് വെടിമരുന്ന് ഇനി നിറയ്ക്കാം. ഫ്രണ്ട്സ്, അടുത്ത വേണ്ടെന്ന് പറഞ്ഞാൽ ചുടുകട്ട പൊടിച്ചത്. ചുടുകട്ട ജസ്റ്റ് ഇങ്ങനെ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഹോൾ വന്നിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഹാമർ വെച്ച് ഇങ്ങനെ തട്ടി കൊടുക്കുക. ചൂടുകട്ട നിറയ്ക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ കൊണ്ടാണ്, വെടിമരുന്ന് കത്തി ഉണ്ടാകുന്ന പ്രഷർ കൊണ്ടാണ് ഈ ശബ്ദം പുറത്തോട്ട് വരുന്നത്. അതിനുവേണ്ടിയാണ് വെടിമരുന്നിനോട് മേളിൽ ഇതാണ് ചുടുകട്ട വെക്കുന്നത്. അതിനുശേഷം ഈ ഒരു ബോൾട്ട് വെച്ച് ഇതിന് ടോപ്പ് നല്ല രീതിയിൽ ഒന്ന് അടിച്ച് ഉറപ്പിക്കുക. റെഡി ആയിരിക്കുവാണ്. ഇനി നമുക്കിത് ഇങ്ങനെ കത്തിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഫ്രണ്ട്സ്, ഇതൊരു തിരിയാണ്. ഒരു 5 രൂപ മാത്രം വില വരുന്നൊരു തിരിയാണ്. ആദ്യമായിട്ടാണ് ഇച്ചിരി പേടിയുണ്ട്, എങ്ങനെ എന്തോ ആവുമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് കുറച്ച് തിരി ഞാൻ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. ആ മുറിച്ചതായി ഇവിടെ അങ്ങോട്ട് വെക്കുകയാണ്. അടുത്ത് ഞാൻ കത്തിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, ഞാൻ കത്തിക്കുകയാണ്. കത്തുന്നില്ല, എന്താ അറിയാൻ വയ്യ. ഹായ് ഫ്രണ്ട്സ്, വേറെ നമ്മളെ കജന അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പ് ദണ്ട് അറിയാലോ, ഇരുമ്പിൻ്റെ ഒരു പീസാണ്, ഒരു 1.5 ഇഞ്ചുള്ള വലിപ്പമുള്ളൊരു പീസാണ്. ഒരു 3/4 ഇഞ്ചുള്ള ഹോൾ ഇട്ടു. ഹോളിൻ്റെ സെൻറ്ററല്ല, ഒരു 3/4 ഭാഗം കഴിഞ്ഞിട്ട് ഒരു 180 ബിറ്റ്, ഏറ്റവും ചെറിയൊരു ബിറ്റാണ്, ഒരു ആണിയുടെ ഹോളിൻ്റെ അത്രയും വലിപ്പമുള്ളൊരു ഹോൾ ഇട്ടു. സംഭവമാണ്. വെടിമരുന്ന് നമ്മൾക്ക് പടക്കക്കടയിൽ ചെന്നപ്പം വെടിമരുന്ന് വെച്ച് അവർ തന്നില്ല. അവർ പറയാം അമ്പലങ്ങളിൽ അങ്ങനെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ വെടിമരുന്ന് കൊടുക്കത്തുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ പടക്കം മേടിക്കാൻ കിട്ടും. 2 രൂപയുള്ള ഒരു പടക്കത്തിൻ്റെ വില. ഒരു 10 പടക്കം ഉണ്ടെങ്കിൽ നമ്മൾ 3 വെടി പൊട്ടിക്കാൻ പറ്റും കേട്ടോ ഇത് വെച്ച്. എന്നിട്ട് കജിനയുടെ പണി നമ്മളെ കഴിഞ്ഞിരിക്കും. ഞാൻ വിചാരിച്ചില്ല ഇത്രയും നല്ല രീതിയിലാകുമെന്ന് കേട്ടോ.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇത്ര നല്ല ഭയങ്കര ശബ്ദമായിരുന്നു. ആപ്പാടെന്ന് പറഞ്ഞാൽ 3 ട്രിപ്പ് ഞാൻ ചെയ്തോളൂ. അടിപൊളി ശബ്ദമായിരുന്നു. ഈ 10 ഓലപ്പടക്കം ഉണ്ടെങ്കിൽ 3 വട്ടം നമുക്ക് പൊട്ടിക്കാം, 4 പ്രാവശ്യം പൊട്ടിക്കാം. 10 ഓലപ്പടക്കത്തിനുള്ളൂ ആ ഒരു വെടിമരുന്ന് വെച്ച്. ഫ്രണ്ട്സ്, അന്നേരം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. അന്നേരം വേറെ ഒന്നും പറയില്ല. ഫ്രണ്ട്സ്, നേരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കരുത് കേട്ടോ. പിന്നെ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കിടന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അങ്ങനെ വീണ്ടും ഇതിൽ മികച്ച നല്ലൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.